പാനിന്റെ മലം കൾട്ട് എന്റെ അമ്മ സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ആ മാങ്ങ എങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് അതേപോലെ ആ കൊലയുടെ അമ്പേത് ഈ പടവേ ഊമ്പല് പടം അതിനെ കഴിച്ച് ലാലേട്ടനും കൂടെ പിന്നെ പ്രഭാസാണ് സൂപ്പറായിട്ട് ലാലേട്ടൻ ഏറെ തന്നെ OTT റിലീസ് പാനിന്റെ മലം കൾട്ട് എന്റെ അമ്മ സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ സീരിയൽ ഭക്തി സീരിയലിന് ക്രിഞ്ച് ഫെസ്റ്റിവൽ ആക്കി വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ ഏറെ തന്നെ തുടരത്തിന് ശേഷം ഒന്ന് ടോപ്പിൽ പോയതാണ്. ഇനി OTTക്ക് ശേഷം ട്രോളന്മാർക്ക് എന്താ പറയാ, മോഹൻലാലിനെ കാണാനാണെങ്കിൽ പറയണ്ട, എന്നുവെച്ചാൽ 5 മിനിറ്റേ ഉള്ളൂ, അത്രയും മതി. അല്ലെങ്കിൽ അവരുടെ അടുത്ത് അലക്കിയത് ഏറിലാണോ? അല്ലല്ല, മോഹൻലാലിന്റെ കുഴപ്പമില്ല, മോഹൻലാൽ പ്രവാസം ഓക്കെയാണ്, അവരുള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കും. അല്ലെങ്കിൽ ഫ്ലോപ്പാണ്, മൊത്തം ഫ്ലോപ്പില്ല. നല്ല കഥയാണ്, പക്ഷെ നമുക്ക് പോയിന്റിങ് ആയിരുന്നു ആകെ. അതിലെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ വെച്ച് മോഹൻലാലിന് ഒരു 5 മിനിറ്റ് ഉണ്ട്, അത് പിന്നെയും ഭേദമായിട്ടുണ്ട്. അല്ലാണ്ട് നോക്കിയാൽ ഭയങ്കര മോശം. പ്രഭാസും കുഴപ്പമില്ല, പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒട്ടും പോരാ ബ്രോ. ഇത് എന്ത് കണ്ടിട്ടാണ് 200 കോടി ബഡ്ജറ്റ് ഒക്കെ വെച്ചിരിക്കണമെന്ന് ഇപ്പോഴും മനസ്സിലാവില്ല. ഭയങ്കര മോശം. 3 മണിക്കൂർ പടമുണ്ട്. 3 മണിക്കൂർ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്, 3 മണിക്കൂർ നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് ഇതുകൊണ്ട് ഒന്നും നടക്കാൻ പോകില്ല. 3 മണിക്കൂറും വെറുതെ കൊണ്ട് കളഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര മോശം. ലാലേട്ടൻ വേണ്ടി ഇറക്കി വരും. ഇല്ല, ലാലേട്ടൻ കയറുള്ളൂ, ബാക്കിയുള്ളവരെ ഇറക്കി ഇറക്കുള്ളൂ. പ്രതീക്ഷയല്ല വന്നത്, പക്ഷേ ഒന്നാന്തരമായിട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. ഒരു ടൈം നന്നായിട്ട് ആ ഒരു പ്രശ്നമില്ലാതെ വാച്ച് ചെയ്യാം. ലാലേട്ടൻ കുറച്ച് റോളേ ഉള്ളൂ. ലാലേട്ടൻ ഒന്നും മോശമാക്കില്ലല്ലോ. ലാലേട്ടൻ ഒന്നും ചെയ്യാനില്ല, കുറച്ച് റോളേ ഉള്ളൂ. ഉള്ളത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതല്ല ലാലിന് ചെയ്യാൻ പറ്റുന്ന ആ കാര്യം ലാല് ചെയ്യുന്ന ലാലിൻ്റെ സ്റ്റൈലിൽ അത് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. ഈ പടവേ ഊമ്പല് പടം അതിനെ കഴിച്ച് ലാലേട്ടനും കൂടെ വന്നപ്പം ഒരു ഷോട്ട്, ഇന്റർവൽ ഷോട്ട്, അത് കാണണം. കാണാൻ കാശ് മുതലാണ്. മുതലല്ല, കാശ് കോക്കിനൊക്കെ മുതലായിരിക്കും, അത് വേറെ വിഷയം. കൂടുതൽ പറയില്ല ചേട്ടാ. മിത്താണെന്ന് അറിയാം, പക്ഷെ മിത്തിനൊക്കെ ഒരു പരിധി ഇല്ലേ. ഇവന്മാര് എന്താണ് കാണിച്ചു വെച്ചിരിക്കണെന്ന് വെച്ചാൽ മാതിരി അങ്ങ് ഇല്ലാണ്ടായി കളഞ്ഞു. പടം ഒന്നുമില്ല, ആക്ച്വലി ഒന്നുമില്ല. ആകെ പ്രീതി മുഖത്തിന് വേണ്ടി കണ്ടിരിക്കുക, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ചെയ്തിരിക്കുന്നത് കാട്ടാളന്റെ വേഷം. പിന്നെ വേറെ രുദ്രൻ എന്ന് പറയുന്നത് പ്രഭാസിൻ്റെത്. ഇത് പഴയ ശിവപുരാണമാണ്. നമുക്ക് ശിവപുരാണം വായിക്കുമ്പോഴത്തേക്ക് ഇത് എന്താണെന്ന് മനസ്സിലാകും. അപ്പം ശിവഭക്ത അതാണ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പം എന്ത് ചെയ്യേ, ഉപ്പ് മൂച്ചി, മുളക് മൂച്ചി, അരയ്ക്കാൻ വന്ന തേങ്ങ മൂച്ചി, പടം കാണാൻ വന്ന ഞാനും മൂച്ചി. അല്ല, നമ്മൾ കളിയാക്കി പറയണല്ല. പടത്തിന് പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് എനിക്ക് ശിവപുരാണം ഞാൻ ഏകദേശം വായിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇതിൻ്റെ സ്റ്റോറി കറക്റ്റായിട്ട് എനിക്കറിയാം. അതിന് പിന്നെ അഭിനയം വെറും മോശം കേട്ടാ ചെറുക്കൻ്റെ. റൊമാൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ആ നായികനെ വെച്ചിട്ട് അമ്പോടുന്ന ഒരു സീനുണ്ട്. അതായത് കൊല കൊലയിൽ നോക്കി എങ്ങനെയുള്ള അമ്പ് ആ മാങ്ങ എങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് അതേപോലെ ആ കൊലയുടെ അമ്പേത് വിട്ട്. എന്നാലും പ്രവാസം വന്നപ്പോഴത്തേക്കാണ് നമുക്ക് എല്ലാവർക്കും ഒരുവിധം കാണാനായിട്ടൊന്ന് ഒരു ഇത് തോന്നും. പ്രവാസിൻ്റെ തന്നെ ഒരു ശബ്ദ ഗാംഭീര്യമാണ്. ഒരു നായകന് വരുമ്പോൾ ഒരു ശബ്ദ ഗാംഭീര്യം വേണ്ടേ? നീ അങ്ങോട്ട് നോക്ക്, അതിനെ നോക്കി വിടും. ഇത് പറഞ്ഞ് നമ്മളെ കോമഡി ആയി പോകില്ലേ. ഒരു പടത്തിനെ കുറ്റം പറയുന്നതല്ല, നമ്മൾ പ്രേക്ഷകർക്ക് നമ്മളെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അഭിപ്രായം പറയാമല്ലോ. ഫുള്ള് നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ കിരാനം നമ്മൾ കാട്ടുന്ന ഒരു വേഷം വന്ന് പുള്ളി ചെയ്തിട്ടുണ്ട്. പ്രവാസ് വന്ന് നല്ല രീതിയിൽ. പക്ഷെ നായകന് സൗണ്ട് ഗാംഭീര്യമില്ല. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ മോശം എന്ന് പറയുന്നത്. പിന്നെ ശിവപുരാണം നമുക്ക് വായിക്കാമെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി എന്താണ്. പിന്നെ പ്രഭാസാണ് സൂപ്പറായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ലാലേട്ടൻ വന്ന് അഭിനയിച്ചത് ലാലേട്ടൻ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കി നടന് സൗണ്ട് ഇല്ല, ഒട്ടും ഇല്ല. കോമഡിയായിപ്പോ, സീരിയസ് മൊത്തം കോമഡിയാണ്. ഇതിനെക്കാട്ടി സീരിയലൊക്കെ നല്ല ഭേദമാണ്. സീരിയലൊക്കെ പോസിറ്റീവ് മോഡൽ മാത്രമാണോ? എങ്ങനെയാണ് പോസിറ്റീവ് മോഡൽ പ്രഭാസം തന്നെയാണ്. ഒരു ടിപ്പിക്കൽ ഒരു തെലുങ്ക് പടം, ആ ഒരു ലെവലിൽ കാണാൻ പറ്റിയ പടം. അത്രേ അതിലെ നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ കഥകളും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞത്. നല്ല മനോഹരമായിട്ട് ആ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ റോളുണ്ട്. ആ ഒരു നല്ല കുറച്ച് നേരം ഉള്ളുവെങ്കിലും ആ ഒരു ചിരിച്ച മുഖവും മറ്റിതുമായിട്ടുള്ള നല്ലൊരു വിഷ്വലിൻ്റെ രൂപമായിട്ടാണ് നമുക്ക് ലാലേട്ടനെ കാണാൻ പറ്റും. കുറച്ച് നേരം ഉള്ളുവെങ്കിലും നമുക്ക് ഹാപ്പിയാണ്, സന്തോഷം. ആചാരങ്ങളുള്ള പടമാണ്. കൊള്ളാം, നല്ല മോഹൻലാലൊക്കെ ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ കഥാപാത്രം 2 മിനിറ്റേ ഉള്ളൂ. കൊള്ളാം, നല്ല റോള്.